ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിക്ക് മസാല ദോശ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിത്തരാമെന്ന് ഗോമതി പറയാം കേട്ടോ. പക്ഷേ ദേവി പറയാണ് അതൊന്നും വേണ്ട, എന്തായാലും എനിക്ക് എൻ്റെ അമ്മ കൈകൊണ്ടുണ്ടാക്കി തരുന്ന ഭക്ഷണം തന്നെ മതി, അതുപോലെ രുചി വേറൊന്നിനും കിട്ടില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് നല്ല സന്തോഷം ആവുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടും കൊണ്ട് അവിടെ നമ്മളെ ധർമ്മൻ ഇരിക്കുകയാണല്ലോ. ധർമ്മം പറയുന്നുണ്ട്, ദേവി നിനക്ക് എന്താ ആഗ്രഹം അത് നീ തുറന്നു പറഞ്ഞോ, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. മസാല ദോശ നിനക്ക് ആഗ്രഹമുണ്ടോ കഴിക്കാൻ? എന്നാൽ പിന്നെ ഒരെണ്ണം കൂടുതൽ പറഞ്ഞുതരാം, എനിക്കും കൂടെ കഴിക്കാനാണെന്ന് പറയുമ്പോൾ ഗോമതി ചോദിക്കുന്നത്, അതെന്താടാ നിനക്ക് ഇത്ര പെട്ടെന്നൊരു കൊതി വരാനിട്ട്, നീ എന്താ ഗർഭിണിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഉടനെ എല്ലാവരും കൂടെ നമ്മൾ ധർമ്മനെ എടുത്തിട്ട് വാരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സുകന്യ ഈ കൂട്ടത്തിലൊന്നും കാണാനില്ല. അപ്പോൾ സുകന്യ ഇവിടെ, സുകന്യ ചേച്ചി എന്ത് ചെയ്യും അന്വേഷിക്കുക. സുകന്യ മുറിയിൽ നിന്ന് വെളിയിറങ്ങിയിട്ടില്ല. ഗോമതി പറയാം സുകന്യ വിളിച്ചിട്ട് വന്ന്. അങ്ങനെ മിത്ര പോയി വിളിക്കാട്ടോ. അപ്പോൾ തന്നെ സുകന്യ കള്ളത്തിൽ അഭിനയിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണെന്നും ധർമ്മേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ലാന്നും ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അന്തം വിട്ടു പോവുക. അതെന്താ ധർമ്മേണി അങ്ങനെ ഒരു ഇഷ്ടക്കുറവ്, എന്താ ധർമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഗോമതി. അപ്പോൾ തന്നെ ഉടനെ സുകന്യ പറയണം, കാരണം എന്നെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എന്നെ ബീച്ചിലൊക്കെ കൊണ്ടുപോകില്ലായിരുന്നോ, കറങ്ങാനൊക്കെ കൊണ്ടുപോകില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, ഒരു സിനിമയ്ക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെ കുറേ പരാതികളങ്ങ് നിരത്തുകയാണ് കേട്ടോ. അപ്പം തന്നെ മിത്ര പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കൊച്ചിച്ചൻ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ കൊച്ചൻ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ തക്കതട്ട കാരണവും കാണും എന്ന് പറയാം, ഒരു കാരണവുമില്ല. ധർമ്മൻ എന്ത് ചെയ്യാനാ? ധർമ്മന് സുകന്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. എത്രയോ പ്രാവശ്യം സുകന്യയുടെ സ്നേഹത്തോടെ അടുത്ത് ചെന്നിട്ടും സുകന്യാണല്ലോ എല്ലാത്തിനും എതിര് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു രാജശ്രീ പറഞ്ഞതുപോലെ നമ്മുടെ ധർമ്മനെ സോപ്പിട്ട് വയ്ക്കാനുള്ള അടവാട്ടോ. അത് ധർമ്മന് മനസ്സിലാവണുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ, തന്നെ സോപ്പിടാനുള്ള അടവാണെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരോടും പരാതി പറയുന്നത്. അപ്പോൾ തന്നെ അനിമോള് പറയാണ്, എന്നെ സുകന്യ ചേച്ചി അതിനാണോ ഇങ്ങനെ വിഷമിച്ച് മാറി നിൽക്കുന്നത്? നമ്മൾ ഇന്ന് തന്നെ അതിന് പരിഹാരം കാണുമല്ലോ. കൊച്ചിച്ച ദേ ചേച്ചി എല്ലായിടും കൊണ്ട് പൊക്കോളണം കേട്ടോ. ബീച്ചിലോ സിനിമ കാണാനോ പാർക്കിലോ ഒക്കെ കറങ്ങാനൊക്കെ ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ അനുവാദം വാങ്ങിക്കണം കേട്ടോ. ധർമ്മന് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ നാളെ തന്നെ പോകാമെന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. ഉടനെ സുകന്യ കയറി പറയാട്ടോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, പോകുന്നതെല്ലാം കൊള്ളാം, ഞാനും ദേവിയും ഒറ്റക്കെട്ട്, മീനാക്ഷി മിത്രയും ഒറ്റക്കെട്ട്, അങ്ങനെ വേണം ഇരിക്കാൻ. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്കും മീനാക്ഷിക്കും വല്ലാത്തൊരു വിഷമാവും കേട്ടോ. കാരണം ഇത്രയും ഒറ്റക്കെട്ടായി നിൽക്കുന്നവരെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ ഈ സുകന്യ ചേച്ചി ചെയ്യുന്നത്. അതുമാത്രമല്ല സുകന്യയ്ക്ക് എങ്ങനെയെങ്കിലും ദേവിയോട് അടുക്കണം, എന്നാലേ ഉദയഭാനു സാറിൻ്റെ വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ കൂടെ തന്നെ സിംഗപ്പൂരിലും അവിടെയൊക്കെ പറഞ്ഞു വിടണ്ടേ നമ്മൾ ധർമ്മനെ, അതിന് വേണ്ടിയിട്ടുള്ള അടവാട്ടോ. ഇതവിടെ ആർക്കും മനസ്സിലാവണില്ല. അങ്ങനെ ദേവിയുടെ കൂടെ കൂട്ടുചേർന്ന് തന്നെ നിൽക്കുകയുള്ളൂ, അവരൊറ്റക്കെട്ടായിട്ട് നടക്കും എന്നൊക്കെ സുകന്യ പറയാട്ടോ. ഇന്നത്തെ പ്രൊമോയിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.